പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കും. ആമേൻ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും സമൃദ്ധമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്ന് നമ്മുടെ ബ്രോഡ്കാസ്റ്റിൽ നമ്മൾ വേറൊരു ഘടകം, അതായത് നമ്മൾ എന്താ പഠിക്കേണ്ടത്, എങ്ങനെ പഠിക്കേണ്ടത്, ഈ പഠിക്കുന്നത് കൊണ്ട് എന്താ ഉണ്ടാകുന്നത് എന്നുള്ള കുറേ കാര്യങ്ങൾ അങ്ങനെ മനസ്സിലിങ്ങനെ കുറിച്ചിട്ട് കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് നീ എന്താ ആഗ്രഹിക്കുന്നത്, നമ്മളത് എവിടുന്ന ഇത് വേണ്ടേ. നമ്മൾ കുറേ കാലമായിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഇപ്പോൾ ഇങ്ങനെയാണോ, ഒരു ഫ്രഷ് സ്റ്റാർട്ടാണോ വേണ്ടേ, അതല്ല ഒരു റിമൈൻഡറാണ്, എന്താ വേണ്ടേ. അപ്പം കർത്താവ് തന്നൊരു ഘടകം ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം എന്നോടും ഓരോരുത്തരോടും തന്നിട്ടുള്ള കാര്യമാണ്. ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു സെർവൻ്റ് ആയിരിക്കുക. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്. പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയും നമുക്ക് ഓരോ പോയിൻ്റായിട്ട് നമുക്ക് നോക്കാം. ഒരു 6-7 കൂട്ടം പോയിന്റുകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. നമുക്കതിൽ നിന്ന് പഠിക്കാവുന്നത് നമുക്ക് പഠിക്കണം. അപ്പം അതിൽ എല്ലാം തന്നെയും ഒരു നിശ്ചിത വിഭാഗത്തിൽ നിന്ന് മാത്രം ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും പോയിട്ട് പഠിക്കാം. നിങ്ങൾ വീണ്ടും ഇത് പോയിട്ട് ഒഴിവുള്ള സമയത്ത് വായിച്ചും ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താനൊക്കെ പറ്റുന്ന സമയത്ത് നിങ്ങൾ സ്കെയിൽ ചെയ്യും. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവും. സ്കെയിൽ ചെയ്താൽ മാത്രം പോരാ, അതിൽ നിങ്ങൾ തന്നെ അതിൻ്റെ ഹോംവർക്ക് എന്താണെന്ന് കണ്ടിട്ട് നിങ്ങളത് അനുസരിച്ച് പ്രവർത്തിക്കണം, അധ്വാനിക്കണം കേട്ടോ. അപ്പോൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഈശോ പ്രാർത്ഥിച്ചതുപോലെ യോഹന്നാൻ 10:30 നമ്മെപ്പോലെ ഞാനും അപ്പയും ഒന്നാണ് എന്ന് പറയാൻ മാത്രം പാകത്തിന്. യോഹന്നാൻ 17 നമ്മളൊന്നായിരിക്കുന്നത് പോലെ തന്നെ അവരും ഒന്നായിരിക്കാനായിട്ട് ആഗ്രഹിച്ച ഒരു തീവ്രത ഞങ്ങളിൽ മാംസം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളിൽ അറിഞ്ഞറിയാൻ ഞങ്ങൾ തുറന്നിട്ടുള്ള വാതിലിലൂടെ കയറി വന്നിട്ടുള്ള സകല പൈശാചിക ബന്ധനങ്ങളെയും, പിശാചിൻ്റെ ഇടപാടുകളെയും, എല്ലാ ഡീമണുകളെയും, എല്ലാ ഈവിൾ സ്പിരിറ്റ്സിനെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നീ ശക്തി പകരണമേ, ഞങ്ങളിലേക്ക് തുറവി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിൻ്റെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഇതിൽ ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ച് കേൾക്കണേ. നിന്നെപ്പോലെ തന്നെ കേൾക്കുന്ന ഒരു സമൂഹത്തിൽ വ്യക്തിഗതമായിട്ടിരിക്കുന്ന സമയത്ത് കേൾക്കുന്ന ആൾക്കാരെയും നശിപ്പിക്കാൻ കഴിയുന്ന ഘടകങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അതെന്താണ്? അല്ലേ, നമ്മുടെ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ റാൻഡമായിട്ട് ഒരു ഘടകത്തിൻ്റെ കയറി ചെന്നുകൊണ്ട് ഒരു ബസ്സിലായിരിക്കുന്ന സമയത്ത് സംഭാഷണങ്ങളുണ്ട്. നമ്മളിലേക്ക് വരുവാണ്, അല്ലേ. നമ്മളിങ്ങനെ ചെവിയിൽ പഞ്ഞി വെച്ച് നടക്കാൻ പറ്റത്തില്ലല്ലോ എല്ലായ്പ്പോഴും. അപ്പോൾ ഇത് വരുവാണ്. അപ്പോൾ ഇതിനെ ഒഴിവാക്കേണ്ടതിന് ഒരു രീതിയുണ്ട്. അതിനേക്കാളൊക്കെ മുൻപ് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് എന്താണ് എന്നെ നശിപ്പിക്കാൻ പോകുന്ന ഘടകങ്ങൾ. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എൻ്റെ ചെവി എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണ്, ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ എനിക്ക് ബാഹ്യമായ എൻ്റെ ഉടുപ്പിന് ചെവിയുള്ള പോലെ തന്നെ എൻ്റെ ആന്തരികമായ വ്യക്തിത്വത്തിനും ചെവിയുണ്ട്, റിസീവ് ചെയ്യാൻ പറ്റുന്നൊരു കപ്പാസിറ്റി ഉണ്ട്. അപ്പം ഈ വാതിലുകളെ നമ്മൾ ആത്മന തിരുരക്തം കൊണ്ട് വെഞ്ചിരിക്കണം, കഴുകണം. കാരണം ഇതിൻ്റെ അകത്തേക്ക് പോകുന്നതിന് ഒരു സ്പോഞ്ചിങ് എഫക്റ്റ് ഉണ്ട്. വലിച്ചെടുക്കുക, സ്പോഞ്ച് ചെയ്യുക എന്ന് പറയുന്നൊരു എഫക്റ്റ് ഉണ്ട്. അപ്പം എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, യോഗ്യമല്ലാത്തത് കയറി എന്നുള്ളത് അപ്പം തന്നെ അറിയണമെന്നില്ല. അത് കയറിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് പുറത്തേക്ക് വരുമ്പോഴറിയാം. ഉദാഹരണം പറയാം. ഒരു സിനിമയിലെ ഒരു കാര്യം കണ്ടു, ഇഷ്ടപ്പെട്ടു. അതറിയാതെ സംസാരിക്കുന്നൊരു കമ്മ്യൂണിറ്റിയുടെ അടുത്ത് പലതവണ അതിനെപ്പറ്റി ആവർത്തിക്കുകയും ആ ഡയലോഗുകളോ അല്ലെങ്കിൽ അതിലുണ്ടായ സംഭവങ്ങളെ കുറിച്ചുള്ളതോ ഒക്കെ സംസാരിച്ചു എന്ന് കരുതുക. അത് ഈ ചെവിയിലൂടെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നാമത് പല ആവർത്തി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉറപ്പീര്, അല്ലെങ്കിൽ അതിങ്ങനെ ബലപ്പെടുന്നൊരവസ്ഥ. രണ്ടാമത്തെ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സമയത്ത് ബോധ്യമില്ല, അതുകൊണ്ടത് കേട്ടുപോയി. പക്ഷെ അത് വേര് മുളയ്ക്കുന്നൊരു ഫാക്ടർ ഉണ്ടാക്കും എന്നുള്ള അറിവില്ലായ്മ പിടികിട്ടിയ. അപ്പം ഈ രണ്ടും അപകടം പിടിച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങ് വിട്ട് കളഞ്ഞാൽ അത് പൊക്കോട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടു, ആ സമയത്ത് ഒരു വിശ്രമം കിട്ടിയല്ല തന്നെ ഒരു കഥയെ പറ്റി കേട്ടു, അതിലുള്ള കുറേ കാര്യങ്ങളൊക്കെ കണ്ടു, യുക്തമായിട്ടുള്ളത് എടുത്തു, ബാക്കിയുള്ളതെടുത്ത് കളഞ്ഞു എന്നെങ്കിൽ അതങ്ങ് പോയി. നേരെ മറിച്ച് അതിൽ ആവർത്തനം വരുന്നൊരു സാഹചര്യം വരുമ്പോൾ ഉറപ്പിക്കണം, ചെവി ഒരു ഗേറ്റ് വേ ആണ്. അത് റിസീവ് ചെയ്തതിൽ യോഗ്യമല്ലാത്തതുണ്ടെങ്കിൽ അത് വേര് മുളയ്ക്കാനും
അതിൽ ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിക്കുന്നൊരു സാഹചര്യം വന്നാൽ അതൊരു അടിസ്ഥാനമാകാനും സാധ്യതയുണ്ട്. ഇത്രയും മനസ്സിലാക്കണം കേട്ടോ. അപ്പം ആദ്യത്തെ കാര്യം, നിന്നെയും ഇതുപോലെ തന്നെ കേൾക്കുന്നവരെയൊക്കെ നശിപ്പിക്കാൻ കഴിയുന്ന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം 2 തിമോത്തി 2:14b, വാഗ്വാദങ്ങൾ, വിലയില്ലാത്ത സംസാരങ്ങൾ, വാഗ്വാദങ്ങൾ, വിലയില്ലാത്ത സംസാരം, വാല്യൂ ഇല്ലാത്ത കോൺവെർസേഷൻ, ഒരാളത് പറഞ്ഞു, അതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നം, എന്തോ ഒരു സാധനം അവനത് പറഞ്ഞു, ഇപ്പം തന്നെ എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞില്ലേ ഒന്നും സംഭവിക്കില്ല. നീ ആ ഉണ്ടായ സംഭവത്തിന് ശേഷം നിൻ്റെ ഉള്ളിലുള്ള ഒരു ഭീകരമായൊരു പ്രയാസമുണ്ട്, ഭീകരമായൊരു വേദന, അസ്വസ്ഥത. നീ അത് കർത്താവിനേക്ക് അത് വേരോടെ പിഴുതെടുത്തിട്ട്, ആത്മന നടക്കുന്ന കാര്യമുണ്ട്, ആത്മനെ കാണണം. ഞാൻ ആ ദുഷിപ്പ് ഇതേ പൊട്ടിമുളച്ചു എൻ്റെ ഉള്ളിൽ, മാർക്കോസ് 7:20, 21, 22 പോലെ ഇങ്ങനെ ഇങ്ങനെ മുള പൊട്ടി ദുഷിപ്പുണ്ടാവും. ഞാൻ അതിനെ വേരോടെ പിഴുതെടുക്കുവാണ്. പരിശുദ്ധാത്മ ശക്തിയുടെ യേശു കർത്താവ് തന്ന അധികാരത്താൽ എന്നെ ശക്തനാക്കുന്നതിനോട് എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. അപ്പം ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുടെ പവർ കൊണ്ട് ഞാൻ അതിനെ പറിച്ചെടുത്തു. ഞാൻ വിശുദ്ധ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ബന്ധിച്ച് കൽപ്പിച്ചെറിഞ്ഞു. അതിൻ്റെ വീര്യം കുറയും. ചിലപ്പോൾ അതൊരു പ്രാവശ്യം തേട്ട് വരികയാണെങ്കിൽ വീണ്ടും അത് ആവർത്തിച്ച് പ്രാർത്ഥിക്കും. 2-3 പ്രാവശ്യം ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴേക്കും അത് ഏതാണ്ട് ചത്തിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അതവിടെ വേര് മുളയ്ക്കും. ആദ്യത്തെ കാര്യം. ഇപ്പം രണ്ടാമത്തെ ഒരു കാര്യം, നിന്നെ സ്വർഗീയ പിതാവിൽ നിന്ന് അകറ്റുന്ന ഘടകങ്ങൾ. ഒത്തിരി ഘടകങ്ങളുണ്ട് അല്ലേ, ഒത്തിരി ഘടകങ്ങളുണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് എല്ലാം നമ്മളിപ്പോൾ സംസാരിക്കുന്നില്ല. നമ്മളിപ്പോൾ ഒറ്റ ഒരു തലം മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ചെവി, സംസാരം, ഈ 2 ഈ ഗേറ്റ് വേ, മൗത്ത് എന്ന് പറഞ്ഞ ഗേറ്റ് വേ, ചെവി എന്ന് പറഞ്ഞ ഗേറ്റ് വേ, ഈ 2 ഫാക്ടേഴ്സിനെ മാത്രമേ നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ അതിൽ നിന്നെ പിതാവിൽ നിന്ന് അകറ്റുന്നത് എന്ന് പറഞ്ഞാൽ ആലോചിക്കണം, ഏത് ഡിഗ്രി വരെ എന്നുണ്ട്, എങ്ങനെയെന്നുണ്ട്, അങ്ങനെ കുറേ ഡെപ്തുകളുണ്ട്. നമുക്ക് വഴിയെ ഓരോരോ സമയത്ത് നമുക്ക് പഠിക്കാം. ഇപ്പം എമർജൻസി ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിന്നെ പിതാവിൽ നിന്ന് അകറ്റുന്ന ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വീണ്ടും 2 തിമോത്തി 2:16b, ലൗകികമായ വ്യർത്ഥ ഭാഷണം ഒഴിവാക്കുക. സാധിക്കുമെങ്കിൽ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പ്രോട്ടോകോളാണ്. യു ഹാവ് ടു ഫോളോ. ലൗകികം എന്ന് പറഞ്ഞ് ലോകത്തിനോട് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന, അതിലാവശ്യമുള്ളതുകൊണ്ട് ആവശ്യമില്ലാത്തതുകൊണ്ടും വിവേചിച്ചറിയുക. വ്യർത്ഥ ഭാഷണമാണെങ്കിൽ കളയുക, ഗുണമുള്ളതാണെങ്കിൽ സ്വീകരിച്ചു. ഇതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതെന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കലാണ്. അത് അവരെ അല്ലെങ്കിൽ കേൾക്കുന്ന ആരെയാണോ അധർമ്മത്തിലേക്ക് നയിക്കും. ഓട്ടോമാറ്റിക്കാണ്. രാവിലെ ഒരു സംഭാഷണം കഴിഞ്ഞു, യോഗ്യമില്ലാത്ത വ്യർത്ഥമായ ഒരു സംഭാഷണം കഴിഞ്ഞു, അത് സ്പോൺ ചെയ്തു, അതിനെ പറ്റിയിട്ട് പിന്നെ പറയുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നീ ദൈവപിതാവിൽ നിന്ന് അകന്നു. പിടികിട്ടിയോ? ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്കത് ഒരു അനുഭവം വരുന്നില്ല, എനിക്ക് പിതാവിനോട് എത്ര നേരം ഇരുന്നിട്ട് വേണം എനിക്കൊരു ചെറിയൊരു ഒരു അനുഭവം കിട്ടാനായിട്ട്, ഇങ്ങനെ പറയുന്ന ഒരുപാട് പേരെ ഞാൻ കേട്ടിട്ടുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഘടകങ്ങളാണ്. നിന്നെയും നിന്നെ പോലെ തന്നെ കേൾക്കുന്നവരെയും നശിപ്പിക്കാൻ പോകുന്ന ഘടകങ്ങളുണ്ടോ? അതുകൂടാതെ നിന്നെ പിതാവിൽ നിന്ന് അകറ്റുന്ന ഘടകങ്ങൾ ഇതിലുണ്ടോ? ഇത് വിലയിരുത്തണം, മനസ്സിലാക്കണം. മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആവർത്തിക്കരുത്. ആ തെറ്റ് പിന്നെ ആവർത്തിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അതിനെടുത്ത് പറയുകയാണ്, വേൾഡ്ലി ആയിട്ടുള്ള ഘടകങ്ങളിൽ വാല്യൂ ഇല്ലാത്ത സംഭാഷണം ഒഴിവാക്കണം, മനഃപൂർവ്വം ഒഴിവാക്കണം എന്നുള്ളത്. ബിക്കോസ് ആ സംഭാഷണം കാരണം നീ പിതാവിൻ്റെ പ്രസൻസിൽ നിന്ന് അകലാൻ, ദൈവത്തിൽ നിന്ന് അകലാൻ സാധ്യതയുണ്ട്. ഇനിയൊരു ചോദ്യം, നിനക്ക് നീ ദൈവത്തിൻ്റെതാണ് എന്ന് ഉറപ്പുണ്ടോ? അടുത്തൊരു ചോദ്യം ഇതാണ്, നിനക്ക് നീ ദൈവത്തിൻ്റെതാണ് എന്ന് ഉറപ്പുണ്ടോ എന്നറിയാനായിട്ട് നമ്മൾ വീണ്ടും 2 തിമോത്തി 2:19a-b നമ്മളൊന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് ലേശം പിടികിട്ടും. കർത്താവ് തനിക്ക് സ്വന്തമായവരെ അറിയുന്നു. അപ്പോൾ നമുക്കറിയുന്ന പോലെ യോഹന്നാൻ 17:3 ഏകസത്യദൈവം അവിടുത്തെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്ന് പറഞ്ഞൊരു ഫാക്ടർ നമുക്ക് ബോധ്യമുണ്ട്. യുഗങ്ങൾക്ക് മുൻപേ, ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നതിന് മുൻപേ എന്നെക്കുറിച്ച് അപ്പൻ ഉറപ്പിച്ചിട്ടുണ്ട്.
ജെറമ്യ 29 എന്നെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും അപ്പന് ഓൾറെഡി ഉണ്ട്. മീനിങ് ഞാൻ പുറപ്പെടുന്നതിന് മുൻപേ ജെറമ്യ 1:5 എന്നെ അറിയാം. ഞാൻ പൂർണ്ണ വളർച്ചയെത്തിയൊരു നിശ്ചിത സമയത്ത് വന്നതാണ്. ഇനി എന്നെക്കുറിച്ചുള്ള പദ്ധതി കർത്താവിൻ്റെ കയ്യിലുണ്ട്. സങ്കീർത്തനം 40 പറയുന്നുണ്ട്, എന്നെക്കുറിച്ചുള്ള ചുരുളുകളിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ടൊന്നും ചെയ്യേണ്ടെന്നല്ല, എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പന് എന്നെക്കുറിച്ച് എന്നെ അറിയാം എന്നതിൻ്റെ പ്രൂഫാണ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളതും എന്നെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും ഉണ്ട് ഇനി മുമ്പോട്ടുള്ളതെന്നും സങ്കീർത്തനം 40 ചുരുളുകളിൽ ഞാൻ എൻ്റെ ഇപ്പോഴത്തെ എല്ലാ സ്റ്റേറ്റസും ഇനി ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതെല്ലാം എഴുതപ്പെട്ടിട്ടുണ്ടെന്നുള്ളതും. അത് നമുക്കത് ഉറപ്പിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിന്നുകൊണ്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നീ ദൈവത്തിൻ്റെ ആണെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? അപ്പൻ്റെ അല്ല, പിതാവിന് ഉറപ്പുണ്ടോ എന്നല്ല, നിനക്ക് ഉറപ്പുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഇങ്ങനെയാണ്, കർത്താവിൻ്റെ നാമം വിളിക്കുന്ന എല്ലാവരും അനീതിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നീ അനീതിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടുന്ന ഫാക്ടർ, ഘടകം, ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്? നീ അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നുണ്ട് എങ്കിൽ, അവൻ നിന്നെ അറിയുന്നു എന്ന് നിനക്ക് ബോധം ഉണ്ടാകണമെങ്കിൽ നീ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നീ അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന മാത്രയിൽ അങ്ങനെ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ അനീതിയിൽ നിന്ന് നീ മനഃപൂർവ്വം എഫേർട്ട് എടുത്ത് മാറി നിൽക്കണം. ഓട്ടോമാറ്റിക് അല്ല, ഓട്ടോമാറ്റിക് വർക്കാകത്തില്ല. അനീതിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഒരു എഫേർട്ട് എടുക്കണം. ആ എഫേർട്ട് എടുക്കാത്ത പക്ഷം നീ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പക്ഷം ഫസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ്, എന്നിട്ട് വിളിക്കുക എന്നുള്ളതാണ്. അപ്പോഴേ നിനക്ക് ബോധ്യം ഉണ്ടാവുള്ളൂ, എനിക്ക് എൻ്റെ അപ്പനെ അറിയാം അല്ലെങ്കിൽ എൻ്റെ അപ്പൻ എന്നെ അറിയാം എന്നുള്ള ബോധ്യം. അപ്പോൾ അതുകൊണ്ട് നീ ദൈവത്തിൻ്റെ ആണോ എന്ന് നിനക്ക് ഉറപ്പുണ്ടാകണമെങ്കിൽ ദൈവം നിന്നെ അറിയുന്നു എന്ന് നിനക്ക് അറിയാം, എത്ര ഡെപ്തിൽ നിന്നെ അറിയുന്നു എന്ന് നിനക്ക് ബോധ്യം ഉണ്ടാകണം. അതുകൂടാതെ ആ നാമം വിളിച്ചപേക്ഷിക്കുന്നതിന് മുൻപ് നീ അനീതിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. ക്ലാരിറ്റി ഉണ്ടോ? ഓക്കെ, അടുത്തൊരു ഘടകം പറയുവാണ്, നമുക്കൊന്ന് തൊള്ള പൂട്ടി നിശബ്ദതയോടെ ഇരിക്കാൻ എന്ത് വേണ്ടേ? അല്ലെങ്കിൽ ചുറ്റും സംസാരങ്ങൾ ഇങ്ങനെ നടക്കുന്നു, കാര്യങ്ങൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ യോഗ്യമായത് വിവേചിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാൻ എന്ത് ചെയ്യണം? 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് പോസിബിളാണ്. 2 തിമോത്തി 2:22 കൃത്യമായിട്ട് കർത്താവ് പറയുന്നൊരു കാര്യം ഇങ്ങനെയാണ്, നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം. നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം. ഈ 4 ഫാക്ടേഴ്സും ഫിൽട്ടർ പോലെ, മൾട്ടി ലെവൽഡ് ലെയർഡ് ഫിൽട്ടർ പോലെ നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം, ഈ 4 കാര്യങ്ങളും നമ്മൾ ഉണ്ടോ എന്ന് വിലയിരുത്തണം. ഈ 4ൽ നിന്ന് പുറത്തുള്ളതാണ് വരുന്നതെങ്കിൽ യോഗ്യമല്ല. ഈ 4നോടും ചേർന്നുള്ളതാണ് വരുന്നതെങ്കിൽ കരുതലോടെ സ്വീകരിച്ചുകൊള്ളുക. അതും കരുതലോടെന്ന് പറയാൻ കാരണമുണ്ട്, അതുകൊണ്ടാണ്. ക്ലാരിറ്റി ഉണ്ടോ? ഞാൻ വേഗത്തിൽ പറഞ്ഞു ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. കൊച്ചു ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ കർത്താവ് അങ്ങനെ തരുന്ന പ്രേരണയിൽ പോകണം. അപ്പോൾ വീണ്ടും ആവർത്തിക്കണം, ഒരു പ്രാവശ്യം കൂടി ആവർത്തിച്ച് കേട്ട് പഠിക്കണം. അത് ജീവിക്കാൻ വേണം കേട്ടോ, വെറുതെ പഠിച്ചാൽ മാത്രം പോരാ. അപ്പം ശാന്തമായിട്ട് ഇരിക്കാനായിട്ട് ഒരു ശ്രമം വേണമെങ്കിൽ ഒന്ന് നിരീക്ഷിച്ച് നോക്കിയിട്ട് യോഗ്യമായത് മാത്രം അബ്സോർബ് ചെയ്യുക, മനസ്സിലാക്കുക, റിസീവ് ചെയ്യുക ചെയ്യണമെങ്കിൽ വേണ്ടുന്ന 4 പ്രധാന ഘടകങ്ങൾ ഇതാണ്. പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരോടുകൂടെ ചേർന്ന് പറയുവാണ്, നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവ പിന്തുടരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ ഓടി നടക്കേണ്ട കാര്യമല്ല പറയണം. ഓടി നടക്കേണ്ടത് ഫംഗ്ഷൻ ഇൻ ആക്ഷൻ ചെയ്യേണ്ടതുണ്ട്. അതിനേക്കാളും പ്രധാനമായിട്ടൊരു കാര്യം, ഇപ്പം നമ്മൾ ഈ 2 ചെവിയുടെ ഫാക്ടർ, ഇത് 2 ഘടകങ്ങൾ മാത്രം പറയുന്നതുകൊണ്ടാണ്. ഇതിന് പിൻചെല്ലേണ്ടെന്നല്ല പറയുന്നത്, അത് വേണം. ഈ ചെവിയുടെയും നാവിൻ്റെയും കാര്യത്തിന് പറയുവാണ്, ഈ 4 ഘടകങ്ങളുടെ ഫിൽട്ടർ നമ്മുടെ ചുറ്റും പിടിപ്പിക്കുക. വിശ്വാസത്തിന് യോഗ്യമല്ലാത്ത കാര്യങ്ങൾ കണ്ടാൽ തട്ടിക്കളയുക. സ്നേഹത്തിനല്ലാണ്ട് വൈരാഗ്യം, വിദ്വേഷത്തിൻ്റെ കാര്യങ്ങൾ നടക്കട്ടെങ്കിൽ തട്ടിക്കളയുക.
സമാധാനം ഇല്ലാതെ പരപരപരാന്ന് നടത്തുന്ന സംഭാഷണങ്ങളുണ്ടെങ്കിൽ തട്ടിക്കളയുക. ഇത്തിരി സൂത്രപ്പണി കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അത് പാല് കൊടുക്കുമ്പോൾ അതിലിത്തിരി വെള്ളം ചേർത്തോ, പിന്നെ ഒരു ഇച്ചിരി പൊടി ചേർത്തോ, ഇത്തിരി കുറുകി വേണ്ട. ഈ ജാതി ജോലിയിലെ ഏത് മേഖല എടുക്കുക, അതൊരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. ഇങ്ങനെ 4 ഘടകങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ഫിൽട്ടറിങ് കിട്ടും കേട്ടോ. ഇനി ഒരു ചോദ്യം ഈ വാക്യത്തിൽ തന്നെയുള്ളതാണ്, പക്ഷെ മുറിച്ചിട്ടുണ്ട്. 2 തിമോത്തി 2:2 എ വേറെ രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദൈവം നിങ്ങളെ ഉപയോഗിക്കണമെങ്കിൽ, കർത്താവ് എൻ്റെ അടുത്ത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ, അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, നീ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വിശ്വസ്തത കാണിക്കും, വലിയ വലിയ കാര്യങ്ങൾ തരും പുള്ളി കേട്ടോ. നിനക്ക് തന്നിട്ടുള്ള കുഞ്ഞൊരു താലന്ത് നീ വർദ്ധിപ്പിക്കുമ്പോൾ ആൾ വലിയ വലിയ താലന്ത് തരും എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു സീക്രട്ട് കൂടി പറയാം. ദൈവം നിന്നെ ഉപയോഗിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ 2 ഫാക്ടേഴ്സ് ചെയ്യണം. അതാണ് നമ്മൾ തൊട്ട് മുകളിൽ പറഞ്ഞ നമ്മുടെ ഫിൽട്ടർ. നമ്മൾ എന്തിന് തപ്പിയിട്ടാണോ പോകേണ്ടത്, എന്ത് ഫിൽട്ടർ ഉപയോഗിച്ചിട്ടാണോ നമ്മുടെ ഗേറ്റ് വേസിലേക്ക് റിസീവ് ചെയ്യേണ്ടതും ബ്ലോക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതിൻ്റെ ഒരു കീ ആണ് ശരിക്കും പറഞ്ഞ ഇതിൻ്റെയും ഉത്തരം. 2 തിമോത്തി 2 22 അത് എടുക്കുന്നുണ്ട്. യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടണം. സിനിമയ്ക്ക് പോലെ ഭ്രമമുണ്ട്, ഓടിക്കോ, ആവശ്യത്തിനുള്ളത് മാത്രം മതി. കള്ള് സിഗരറ്റ് വലിക്കാണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല, നീ ഓടിക്കോ. നിന്റെ ആലയം നശിപ്പിക്കുന്നതാണ്, എൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കും. 1 കൊരിന്ത്യർ 3 കർത്താവ് എടുത്തു പറയുന്നുണ്ട്. ഇങ്ങനെ എല്ലാത്തിനും റീസണിങ് ഉണ്ട്, എല്ലാത്തിനും ട്രൂത്ത് ഉണ്ട് അതിൻ്റെ പിന്നിൽ. അപ്പോൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്, യുവസഹജമായ മോഹങ്ങളിൽ, മനുഷ്യ സഹജമായ മോഹങ്ങൾ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. മോഹിക്കരുതെന്ന് നിയമമുണ്ട്, അത് വേറെ കാര്യം. ഞാൻ പറയണേ, ഇതിലെടുത്ത് കർത്താവ് പറയുവാണ് യുവസഹജമായ മോഹങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ 60 വയസ്സായ ആ പാപ്പന് ഒരു സ്ത്രീയെ കാണുന്ന സമയത്ത് എല്ലാ സമയത്തും കാമത്തിൻ്റെ അല്ലെങ്കിൽ ലൈംഗികതയുടെ മോഹം എപ്പോഴും ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ 20 വയസ്സുള്ളൊരു യുവാവിന്, 25 വയസ്സുള്ളൊരു യുവാവിന്, 30 വയസ്സുള്ളൊരു യുവാവിന് അത് തോന്നാം, ഈ സ്ത്രീ കൊള്ളാം എന്ന് തോന്നാം, ആ പുരുഷൻ കൊള്ളാം, ഈ സിനിമ കൊള്ളാം, ഈ ക്രിക്കറ്റ് കൊള്ളാം, ഈ ഫുട്ബോൾ കൊള്ളാം, ഈ ഗുസ്തി കൊള്ളാം, ഈ കൊലപാതക, ഈ കള്ളുകൂടി, ഈ കഞ്ചാവ്, ഈ തലയോട്ടിയും പിശാചിനുള്ള ടീഷർട്ട് കൊള്ളാം, അങ്ങനെ കുറേ കാര്യങ്ങൾ തോന്നാം. അതൊരു നിശ്ചിത ഏജിൻ്റെ ഫാക്ടറുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് യുവസഹജമായത് എന്ന് എടുത്തു പറയുന്നുണ്ട്. മുതിർന്നവർക്ക് വേറെ ദുഷിപ്പുകളൊന്നും ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കേണ്ടതായിട്ട് ഒരു ഫാക്ടർ പറയുവാണ്. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ നീ ഏറ്റവും യങ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ഒരു ഫാക്ടറാണ് യുവസഹജമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഓടുക. വെയിറ്റ് ചെയ്ത് ഞാൻ ഒന്ന് നോക്കിയാൽ, നീ നോക്കണ്ട, റൺ, അത് നിന്നെ പിടിക്കും, നിന്നെ പിന്നാലെ പിടിക്കും. അതുകൊണ്ടാണ് ഓടാൻ പറയുന്നത്. ഓക്കെ, നിനക്കിപ്പോൾ കരുത്തുണ്ട്, ഇല്ലാത്ത സമയത്ത് നിനക്ക് സാധിക്കില്ല, അതുകൊണ്ടാണ് പറയുന്നത്. 2ാമത്തെ ഘടകം, ഏറ്റവും പ്യുവർ ഹാർട്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പരിശുദ്ധമായൊരു ഹൃദയം ആകാനായിട്ട് ആഗ്രഹിക്കുന്ന, കർത്താവിനെ വിളിക്കുന്ന ഒരു കൂട്ടത്തിനോട് കൂടെ ചേർന്നിരിക്കണം എപ്പോഴും. ദൈവം നിന്നെ വിളിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യത്തെ കാര്യം വ്യവസഹജമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതിന് ഓടി അകലുക എന്നുള്ളതാണെങ്കിൽ, 2ാമത്തെ ഏറ്റവും പ്രായപരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ടിൽ പ്യൂരിറ്റി. മാർക്കോസ് 7:20-21 നല്ല ബോധ്യമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ദുഷിപ്പുകളെ പരിശോധിച്ച് പറിച്ചു കളയാനായിട്ട് ശ്രമിക്കുന്നു. ഞാനും ശ്രമിക്കുന്ന ഒരാളാണ്. ഒരിക്കൽ ഞാൻ നന്നാവുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എനിക്കൊരു ദിവസം ഞാൻ നല്ലൊരു മനുഷ്യനാവും, ദൈവത്തിന് വേണ്ടി നല്ലൊരു മനുഷ്യനാവുന്നുള്ള ഉറപ്പ് ആഗ്രഹിച്ച് ഞാൻ അധ്വാനിക്കാൻ തുടങ്ങി. നിങ്ങളും അധ്വാനിക്കാൻ തുടങ്ങണം എന്നാണ് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ എന്നെക്കാളും മുമ്പേ ആ ഒരു പരിശുദ്ധ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാകാം. അപ്പോൾ അതെനിക്ക് പറയാൻ പറ്റത്തില്ല, ഞാൻ എൻ്റെ കുറവ് പറയുകയാണ്. ഞാൻ അധ്വാനിക്കുന്നുണ്ട്, അധ്വാനിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അധ്വാനിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ പറയുക കേട്ടോ. അപ്പം പരിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നതായിരിക്കും. പരിശുദ്ധ ഹൃദയമാകാനായിട്ട് ശ്രമിക്കുന്നു, പക്ഷെ അതിലൊരു സ്റ്റാഗ്നൻസിയോ ഒരു സ്റ്റോളിങ്ങോ നടന്നിട്ടുണ്ടെങ്കിൽ അപകടമുണ്ട്. ചെറിയ വേറെ സീക്രട്ട് ഉണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ അങ്ങനെ ആയിരിക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കാനായിട്ട്, ഈശോയെ നിന്റെ നാമത്തിൽ ഞാൻ ഇടുന്ന് ചെയ്യാൻ പോകുന്നു കേട്ടോ, എൻ്റെ സുഹൃത്തിനെ സ്നേഹിക്കുന്ന എനിക്ക് ഒരു വെള്ളം വന്നു, ആ വെള്ളൽ വെകത്തി തരണം കേട്ടോ, എൻ്റെ കൂട്ടുകാരി വയ്യാണ്ട് കിടക്കുക, എനിക്ക് അവളെ പോയിട്ട് ചികിത്സിക്കണം കേട്ടോ, ഞാൻ ഇതുണ്ടാകണം. അല്ലാതെ ഞാൻ കുമ്പസാരിച്ചിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഞാൻ ശാന്തമായിരിക്കട്ടെ, പിറ്റേ ദിവസം ഞാനും കുമ്പസാരിച്ചിട്ട് വീട്ടിൽ പോയിട്ട് ശാന്തമായിരിക്കട്ടെ, അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ കർത്താവിനോട് മാപ്പ് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക, അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിപ്പ് മാത്രമായിട്ടല്ലല്ലോ കാര്യം, ഈ വെറുതെ ഒരു മൂലയ്ക്ക് അങ്ങനെയല്ലല്ലോ എൻ്റെ കാര്യം. അപ്പം നിങ്ങൾ ദൈവം എടുത്ത് ഉപയോഗിക്കണം എന്ന് ശരിക്കും ഹൃദയത്തിൽ ജെന്യുവിനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പറയും. അടുത്തേക്ക് കിടക്കാം. ദുഷിച്ചത് അല്ലെങ്കിൽ ഭക്തിയില്ലാത്ത, ദൈവഭയമില്ലാത്ത, വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലേക്കായിട്ടുള്ള
സംഭാഷണത്തിൻ്റെ അപകടങ്ങളുണ്ട്, ഡേഞ്ചറുകളുണ്ട്. അത് ചെറിയ ഡേഞ്ചറുകളല്ല, ഭയങ്കര ഡേഞ്ചറാണ്. ഭയങ്കര ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊല്ലാൻ മാത്രം പാകമുള്ള ഒരു ഡേഞ്ചർ അതിലുണ്ട്. ഓക്കെ, നാവും ചെവി, നമ്മളിപ്പോൾ രണ്ടും സംസാരിക്കുന്നു. അതിൽ നാവ് എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഡേഞ്ചർ. ഇപ്പോൾ സുഭാഷിതങ്ങൾ 12:4 കർത്താവ് എടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്. നല്ലൊരു ഭാര്യ ഭർത്താവിൻ്റെ തലയിലെ കിരീടമാണ്, അതേ സമയത്ത് തന്നെ ദുഷിച്ചൊരു ഭാര്യ അവന് അർബുദം വരുത്തും എന്ന് പറയുന്നു. അർബുദം എന്ന് പറഞ്ഞാൽ ക്യാൻസർ, വ്രണം. അർബുദം എന്ന് പറഞ്ഞാൽ ക്യാൻസറാണ്, വരുത്തുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം, പല രീതിയിലുണ്ടാകാം. പക്ഷേ ഈ ഒരു ഫാക്ടർ ഭയങ്കര സീരിയസ് ആണ്, വലിയൊരു സത്യം ഉണ്ട് അതിനുള്ളിൽ. അത് പറഞ്ഞതിൻ്റെ പേരിൽ സ്ത്രീകൾക്ക് സങ്കടമൊന്നും തോന്നരുത് കേട്ടോ. നിങ്ങൾ സംസാരിക്കുമ്പം അതങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്താകണം എന്നുള്ളതിൻ്റെ ഒരു ക്ലൂ തരുവാണ്, ഇല്ലെങ്കിൽ എന്തുണ്ടാകാം എന്നുള്ളതിൻ്റെ ഒരു വാർണിംഗ്, അങ്ങനെ കരുതുക. സങ്കടമാവരുത് കേട്ടോ. അപ്പം നമ്മളിതിൽ തിരിച്ച് നമ്മുടെ വചനത്തിലേക്ക് 2 തിമോത്തിയിലേക്ക് വന്ന് 2 തിമോത്തി 2:2 വന്ന് അതിലിങ്ങനെ എടുത്ത് പറയുകയാണ്. 17-ാം വാക്യം, ഭക്തിരഹിതരുടെ സംസാരം, ദൈവഭയമില്ലാത്ത, വിശ്വാസത്തിന് അകന്നിട്ടുള്ള, ദൈവത്തെ പേടിയില്ലാത്ത, ഭക്തിയില്ലാത്ത, അഴകുഴമ്പൻ സ്വഭാവത്തിൽ പോകുന്ന ആൾക്കാരുടെ സംസാരം ശരീരം കാർന്ന് തിന്നുന്ന വ്രണം. ആത്മാവിൻ്റെ കാര്യമല്ല പറഞ്ഞ്, സോൾ സ്പിരിറ്റിൻ്റെ കാര്യം പറഞ്ഞില്ല, എടുത്തു പറയണ ശരീരം എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം നമുക്ക് ശരീരത്തിന് ഈ ഉടുപ്പ് എന്ന് ചിന്തിക്കാം, ഈ ഉടുപ്പെന്ന് ചിന്തിക്കാം. നമുക്ക് ആന്തരിക ശരീരമുണ്ട്, സ്പിരിറ്റ് ബോഡി ഉണ്ട്, സമ്മതിക്കുന്നു. തൽക്കാലം ആസ് ഓഫ് നോ ഇങ്ങനെ എടുക്കുക. ശരീരത്തെ കാർന്നു നിന്നുന്ന വ്രണം പോലെ പടർന്നു പിടിക്കും. ഒരു സ്ഥലത്ത് ഒരു ചെറിയ തൊലി പോയെന്നല്ല പറയുന്നത്. നിങ്ങൾ ഒരു ദുഷിപ്പ് കേട്ടു, അത് പറ്റിപ്പിടിച്ചിരുന്നു എന്ന് അങ്ങനെ മാത്രമല്ല, അത് സ്പ്രെഡ് ചെയ്യും. പാരസൈറ്റൽ നേച്ചർ, ക്യാൻസറസ് നേച്ചർ, മാലിഗ്നന്റ് നേച്ചർ കാണിക്കും എന്നാണ് പറയുന്നത്. നിങ്ങളൊരു ഡേഞ്ചർ ആലോചിച്ച് നോക്കിക്കുക. അപ്പം ദുഷിച്ചതും ഭക്തിരഹിതമായ സംഭാഷണത്തിൻ്റെ അപകടം എന്താണ്? നിന്നെ കൊല്ലാൻ സാധ്യതയുണ്ട്. ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് കൊല്ലുന്നൊരു തലവും ശരീരത്തെ ഇല്ലാണ്ടാക്കുന്ന ആക്ച്വൽ തലവും. അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. ഡേഞ്ചർ. വാ തുറക്കുമ്പോൾ യോഗമില്ലാത്ത ചിലർ ഞാൻ അറിയുന്നവരുണ്ട്, ഞാൻ ചത്തുപോകത്തുള്ളൂ, എന്നെ കൊണ്ടൊന്നും, ഇങ്ങനെ പറയുന്ന പൊട്ടന്മാരുണ്ട്. അങ്ങനെ തന്നെ ഞാൻ വിളിക്കത്തുള്ളൂ, ബുദ്ധിഹീനൻ എന്നേ വിളിക്കത്തുള്ളൂ. വിശ്വാസിയായ സഹോദരൻ ഒരിക്കലും ഫൂൾ എന്ന് വിളിക്കരുത്, നീ ചോദ്യം ചെയ്യപ്പെടും, നിനക്ക് നീ കോടതിയിൽ നിൽക്കേണ്ടി വരുന്ന അപ്പം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പൊട്ടൻ എന്ന് പറയുന്നത് വിവേകശൂന്യൻ എന്ന അർത്ഥത്തിലാണ് കേട്ടോ, ഫൂൾ എന്നുള്ള അർത്ഥത്തിലല്ല പറയാൻ. കാരണം അവൻ്റെ നാവിൻ്റെ വാല്യൂ അവൻ അറിഞ്ഞിട്ടില്ല. അവന് ദൈവമെടുത്ത് ഉപയോഗിക്കണമെന്ന് അവന് ആഗ്രഹമില്ല. ഭക്തിരഹിതരുടെ കൂടെ പോയിട്ട് അവൻ നശിച്ചു പോകുന്നതിൽ അവന് കുഴപ്പമില്ല. നിങ്ങൾ അങ്ങനെ ആകരുത്, അതാ പറയണത്. ഓക്കെ, അപ്പം എടുത്തു പറയാണ്, ഈ വ്രണം പോലെ പറഞ്ഞു പിടിക്കും. ഇക്കൂട്ടത്തിൽ പെട്ടവരാണെന്ന് പറഞ്ഞിട്ട് 2 പേരെ പോയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചരിത്രത്തിൽ പിന്നീട് പറയുന്ന ഘടകങ്ങളോ അവർക്ക് പറ്റിയെന്നുള്ളതൊക്കെ പിന്നീട് നോക്കാം. ഞാൻ പറഞ്ഞ 2 പേരെ എക്സാമ്പിൾ കൊടുത്തിട്ടാണ് പൗലോസ്ലീഹ എടുത്ത് പറയുന്നത് തിമോത്തിക്ക് എഴുതുമ്പോൾ. മീനിങ് അങ്ങനെയുള്ളവരുണ്ട്, അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് പിന്നീട് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ ഉത്ഥാനം എന്നിട്ട് അവർ പറയുന്ന ദുഷിപ്പിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്. ഉത്ഥാനം ഒക്കെ സംഭവിച്ചു കഴിഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു. അതായത് നിങ്ങളിപ്പോൾ ഉള്ള ബോഡി, എല്ലാം രക്ഷിക്കപ്പെട്ട ബോഡിയിൽ എന്ത് തോന്നിവാസം കാണിക്കാമെന്ന് പറഞ്ഞൊരു അവസ്ഥ, അങ്ങനെയൊക്കെ വേണേൽ ഇതൊരു എക്സാമ്പിൾ പറയണം. അങ്ങനെയൊക്കെ നോ, ഈ ബോഡിയുടെ ക്ലെൻസിങ്ങിന് പുതിയ ഉടുപ്പ് തരുന്നത് ഭാവിയിലാണ്. ഇബ്രായ 10:23 വിശ്വസ്തയോടെ ദൈവത്തെ ഏറ്റു പറയുന്ന സമയത്ത് നമ്മുടെ സ്പിരിറ്റ് ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞു. ഇപ്പം നമ്മൾ മുമ്പോട്ട് പോകുന്ന ഓട്ടം സോളിൻ്റെ തലത്തിലാണ്. സോളിൻ്റെ ക്ലെൻസിങ്, ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം പൂർത്തിയാക്കുക, ശക്തിപ്പെടുക, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് മുൻപേ കൂട്ടി ചെയ്യാനായിട്ട് തീരുമാനിച്ചുള്ള നല്ല പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള മിഷന് വേണ്ടി നിൽക്കുന്നതാണ് ഈ സോള്. അതിന് ബോഡി ആവശ്യമായതുകൊണ്ട് ഈ ഉടുപ്പുണ്ട്. ഇത് ചെളിയൊക്കെ പറ്റും, അത് പുള്ളി ആളുടെ രക്തം കൊണ്ട് കഴുകുക. പുതിയ ഉടുപ്പ് തരും, പേടിക്കണ്ട, ചേർന്ന് നിന്നാൽ മതി. ചതിക്കാണ്ടിരുന്നാൽ മതി, പുള്ളിനെ പിടികിട്ടി, ഈശോനെ ചതിക്കാണ്ടിരുന്നാൽ മതി, ബാക്കി ആൾ നോക്കിയോളും. ഓക്കെ, പിടികിട്ടി, ക്ലാരിറ്റി ഉണ്ടോ? അതിനി ഒരു ജനറൽ ആയിട്ടുള്ളൊരു കാര്യം പറയുവാണ്. നിങ്ങൾ എൻഗേജ് ചെയ്യാൻ പാടില്ലാത്ത, നിങ്ങൾ കണക്ട് ചെയ്യാൻ പാടില്ലാത്ത, മാറി നിൽക്കേണ്ടതായിട്ടുള്ള 2-3 ഫാക്ടറുകളും പറഞ്ഞിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. 23-ാം വാക്യം, മൂഢവും ബാലിശവുമായ, മൂഢെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടന്മാരുടെ വർത്താനം. ഓക്കെ, ബാലിശമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ വിടുപായി, ഇതിന്നൊക്കെ വളരേണ്ട, പാല് കുടിക്കേണ്ട കാലം കഴിഞ്ഞില്ല, ഇനി കട്ട്യാഹാരത്തിൻ്റെ കാലം കഴിഞ്ഞില്ല എന്ന് പറയുന്നൊരവസ്ഥ. അങ്ങനെ ചിന്തിക്കുക. വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടരുത്. അപ്പം നല്ല അപ്പോളജറ്റിക്സ് ഉണ്ട്, അത് ചെയ്യാം. അതല്ലാതെ ഒരു തരികയുടെ അപ്പോളജറ്റിക്സ് ഉണ്ട്. എനിക്കറിയുന്നൊരു അറിവുണ്ട്, അതങ്ങ് അടിച്ച് കയറ്റണം അവൻ്റെ തലയിലേക്ക്, ഞാനാണ് ശരിയെന്ന് ബോധ്യപ്പെടും. വേണ്ട.
നമ്മൾക്ക് ചില സമയത്ത് നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ മൈൻഡിനെ ഓൾട്ടർ ചെയ്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന ചില ശരികളുണ്ട്. ഷെർലക് ഹോംസ് എന്ന് പറഞ്ഞ ഒരാൾ ശരിക്കുമുണ്ട്, ശരിക്കുമുണ്ട്, ശരിക്കുമുണ്ട്. നോ. ആർത്തർ കോനൻ ഡോയൽ എന്ന് പറഞ്ഞൊരു വ്യക്തി എഴുതിയ ഒരു കഥാപാത്രം മാത്രമാണ്. ആൾ ലണ്ടനിലെ 22 ബി എന്ന് പറഞ്ഞൊരു ഡോർ നമ്പർ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ഈ കാലഘട്ടം അത്രയും എന്നോ എഴുതി, ആ ഓതറെന്നെ മരിച്ചു പോയെന്നുണ്ട്. ഈ കാലഘട്ടം അത്രയും ആ ഡോറിലേക്ക് കത്തെഴുതുന്നവരുണ്ട്. എൻ്റെ പൂച്ചയെ കാണാനില്ല, എൻ്റെ പട്ടിയെ കാണാനില്ല, എൻ്റെ ഭർത്താവ് മോശപ്പെട്ട രീതിയിൽ ജീവിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയണം, നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് ഒരു പുസ്തകത്തിലെ എഴുതിയ കഥാപാത്രം താമസിക്കുന്നത് ശരിക്കാണെന്ന് വിശ്വസിച്ചുകൊണ്ട് കത്തെഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത. 21 ബി ബേക്കർ സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലം. ഓക്കെ, ശരിക്കും അങ്ങനെ സ്ഥലം ഡോറിനൊന്നും ഉണ്ടാകാം. പക്ഷെ ഞാൻ പറഞ്ഞ അവിടെ അതൊരു ഉദാഹരണത്തിന് എഴുതിയത്. ഒരു കഥ ഒരാൾ എഴുതിയിരുന്ന സ്ഥലത്ത് അവിടെ അയാളുടെ വീട്ടിൽ നിന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എഴുതിയിട്ടുണ്ട്. കത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ട് കാലങ്ങളോളം ഒരുപാട് കേസുകൾ ശരിക്കും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ആരായുമാണ്. ഒരു കഥ പുസ്തകം എഴുതിയ മനുഷ്യന്റെ കഥാപാത്രത്തിന്റെ പവർ കണ്ടുകൊണ്ട് അതിലേക്ക് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും അയാൾ ഉണ്ടോ? ഇല്ല. ഷെർലക് ഹോംസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഒരു വ്യക്തിക്ക് തോന്നിയൊരു കാര്യം, അയാൾ ഒരു സ്കോട്ട്ലൻഡ് യാർഡ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ അതിനോടനുബന്ധപ്പെട്ട ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ഒരു മെത്തഡോളജി ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആൾക്ക് എഴുതാൻ കഴിവുള്ളതുകൊണ്ട് എഴുതി പ്രതിഫലിപ്പിച്ചൊരു ഘടകമാണ്. ഉണ്ടാക്കിയ വ്യക്തിയാണ്. ആ വായുവിലുള്ളൊരു വ്യക്തി ഉണ്ടെന്ന് കരുതിയിട്ട് അയാളോട് കത്തെഴുതി ചോദിക്കുവാണ് മറുപടി. ഇവിടെ ഇരിക്കുന്ന കുറേ പേരുന്ന വട്ടത്തിൽ തോന്നി എന്തെങ്കിലും പൊട്ടത്തരങ്ങൾ തിരിച്ചെഴുതി കൊടുക്കും. അവരൊക്കെ അത് വിശ്വസിച്ചിരിക്കും. അതുകൊണ്ട് ആ പുസ്തകം വിറ്റുകൊണ്ടേയിരുന്നു. മനസ്സിലായി. നല്ല പുസ്തകങ്ങളായിരിക്കും. എനിക്ക് ഒരു കാലത്ത് ഞാൻ വായിച്ചിരുന്നതാണ്. കഥകളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷെ ഞാൻ പറയണേ, സീരിയസ്ലി അത് കഴിഞ്ഞില്ലേ എന്ന് പറയുന്നൊരവസ്ഥ. കർത്താവിൻ്റെ ദാസൻ കലഹപ്രിയനാകരുത്, എല്ലാവരോടും സൗമ്യതയുള്ളത്, പ്രഗത്ഭനായ അധ്യാപന അവസ്ഥ, ക്ഷമാശീലമുള്ള അവസ്ഥ പ്രാക്ടീസ് ചെയ്യണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് എതിർത്ത് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് അടിച്ചിട്ടരുത്. സൗമ്യതയോടെ, സ്നേഹത്തോടെ. നേരത്തെ നമ്മൾ പറഞ്ഞ 4 ഫിൽറ്ററിൻ്റെ ഘടകം ശ്രദ്ധിക്കണം. സത്യത്തിൻ്റെ തിരിച്ചറിവിനുള്ള മാനസാന്തരം ദൈവം അവർക്ക് കൊടുക്കും എന്നുള്ള പ്രത്യാശയിലായിരിക്കുക. പിശാചിൻ്റെ പദ്ധതിക്ക് ബന്ധിക്കപ്പെട്ടവരാണെങ്കിലും അവർ സുബോധം വീണ്ടെടുത്തിട്ട് അവൻ്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം എന്നുള്ളൊരു പ്രത്യാശ ഉണ്ടാവുക. ഈ 3 ഘടകങ്ങളും പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. ഈ 24, 25, 26 വലിയൊരു ക്ലാസ്സാണ്. പിന്നീട് എപ്പോഴും കർത്താവ് അനുവദിക്കുകയാണെങ്കിൽ നമുക്കിരിക്കാം. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് വിശ്വസിക്കുകയും അതേ സമയത്ത് തന്നെ ചിലരെ മാറ്റി നിർത്തേണ്ടത് മാറ്റി നിർത്തണം, ചിലരെ ചേർത്ത് പിടിക്കേണ്ടത് ചേർത്ത് പിടിക്കണം. ബാഹ്യ അവസ്ഥയിലല്ല, ആന്തരിക അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട്. കേട്ടോ? ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പരിശുദ്ധനായ അപ്പ, ഞങ്ങൾ ഇന്ന് കേട്ട കാര്യങ്ങളെല്ലാം തന്നെയും ഞങ്ങളുടെ ഹൃദയത്തിൽ പതിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടുന്ന കൃപാവരങ്ങൾക്കായിട്ട് ഞങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ യാചിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ശക്തിയേറെ നാമത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങളുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ ഞങ്ങൾ കൽപ്പിക്കുന്നു. ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ മാറ്റങ്ങൾ ഞങ്ങൾ കൽപ്പിക്കുന്നു. വിശ്വാസത്തോടെ, നീതിയോടെ, സ്നേഹത്തോടെ, സമാധാനത്തോടെ എല്ലാം ഫിൽട്ടർ ചെയ്യാനായിട്ടുള്ള കരുത്ത് ഞങ്ങളിൽ മാംസം ധരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബാലിശ്യമായ കാര്യങ്ങൾ, വിലയില്ലാത്ത വാഗ്വാദങ്ങൾ ഞങ്ങളെ തന്നെ അൺപ്ലഗ് ചെയ്യുന്നു. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതിലൂടെ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ ആന്തരികം ബാഹ്യമായിട്ടുള്ള ഗേറ്റ് വേയിലൂടെ എന്തെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന് മുഴുവൻ ഈശോയുടെ തിരു രക്തം കൊണ്ട് കഴുകി വെഞ്ചിരിക്കുന്നു. ഞങ്ങളുടെ ആത്മീയ വാതിലുകളെ കൊട്ടിയടച്ച് പരിശുദ്ധാത്മാവിനാൽ മുദ്രണം ചെയ്യുന്നു. ഈശോയെ, ഇന്നു മുതൽ പുതിയൊരു സൃഷ്ടിയാവുക എന്നാണ് പരമപ്രധാനം എന്നുള്ളത് ഉറച്ച ബോധ്യത്തോടെ ഞങ്ങൾ മുന്നേറട്ടെ. Holy Father, by the authority that you given me in my priestly office, I bless this crowd that is watching now and in future. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആയിരിക്കും. സ്തുതി യേശുമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ശലോം.